ഈയൊരു ദുഃഖ ദുരന്ത സമയത്ത് രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിൽക്കുന്നതാണ് കേരളത്തിൻ്റെ ഒരു ശൈലി. അത് ഇത്തവണയും ഈ ഒരു ദുരന്ത മുഖത്തും അങ്ങനെ തന്നെയാണ് എന്ന് തന്നെ വേണം എടുത്ത് പറയുവാൻ. പക്ഷേ അതിൻ്റെ ഈ ദുരന്തത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അത് പലതരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് ടി സിദ്ദീഖിൻ്റെ പരാമർശിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. നമ്മൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും എം പിയും ഗോവിന്ദൻ മാസ്റ്ററും അടങ്ങുന്ന പ്രതിപക്ഷ സംഘം ഈ അപകടം നടന്ന കള്ളാടിയിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവർ സംഭവ സ്ഥലം, അപകടം നടന്ന സ്ഥലവും അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പും, അതായത് മേപ്പാടി പോളിടെക്നിക് കോളേജിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലും അതിനുശേഷം ഇപ്പോൾ ആളുകൾ ചികിത്സയിലുള്ള ഹോസ്പിറ്റലിലും BMC ഹോസ്പിറ്റലിലും അവർ സന്ദർശനം നടത്തും. അതിനുശേഷം 11:30 കൽപ്പറ്റയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവരാണ് ഈ സംഘത്തിലുള്ളത്. CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും കൂടെയുണ്ട്. അവർ ഈ സംഭവ സ്ഥലത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. മന്ത്രി AP അനിൽകുമാർ അവരോട് ഒപ്പമുണ്ട്. MP ജയരാജനും ഈ സംഘത്തിലുണ്ട്. ദുരന്ത സ്ഥലത്തേക്ക് പ്രതിപക്ഷ സംഘം എത്തുകയാണ്. നമുക്കറിയാം, 2 വർഷം മുൻപ് ഒരു മഹാദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തെ അതിജീവിക്കാൻ നേതൃത്വം കൊടുത്തതാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയെക്കുറിച്ചും ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ നല്ല ബോധ്യമുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സന്ദർശനം രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു ദുരന്തമുഖത്ത് കേരളം എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നു എന്ന ഒരു സന്ദേശം അത് കൈമാറുന്നത് കൂടിയാണ്. രാജ്യത്തെ കാലാവസ്ഥ മാറിയിരിക്കുന്നു. നമ്മൾ ഈ ലൈവ് തുടങ്ങുന്ന സമയത്ത് വെയിലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അതുവരെ പോകാനുള്ള അനുവാദം ഇപ്പോഴും നൽകിയിട്ടില്ല. ഈ ഒരു നിയന്ത്രിത മേഖലയിലേക്ക്, അതായത് 4 സോണാക്കി തിരിച്ച അപകടം നടന്ന മേഖലയിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശന അനുമതി ഇതുവരെയും നൽകിയിട്ടില്ല. സംഘം അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം മാധ്യമങ്ങളെ ഇവിടെ വെച്ചല്ല 11 മണിയോടെ വയനാട്ടിലെ CPMൻ്റെ ഓഫീസിൽ നിന്നാണ് കാണുക എന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ ഉന്നയിച്ച ഒരു കാര്യം, അതിനൊരു പക്ഷെ മറുപടി ഉണ്ടായേക്കാം. അതായത് ഈ ഒരു പദ്ധതിക്കായിട്ട് മണ്ണ് പരിശോധന നടത്തണമെന്ന് താൻ പറഞ്ഞപ്പോൾ തന്നെ മണ്ണ് പരിശോധനാ വിദഗ്ധരെന്ന് പരിഹസിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് വന്നത്. അതായത് ഏതൊരു പദ്ധതി തുടങ്ങുന്നതിന് മുൻപ് മണ്ണിൻ്റെ പരിസ്ഥിതി പരിശോധന, അതിന് മണ്ണിൻ്റെ ഘടന അത് ഈ പരിസ്ഥിതി പഠനത്തോടൊപ്പം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം കേരളത്തിലെ ഓരോ പ്രദേശത്തെയും മണ്ണിൻ്റെ ഘടന ഒരേപോലെയല്ല, അത് ഓരോ മേഖലയിലും വ്യത്യസ്തമാണ്. വയനാട്ടിലെയും കോഴിക്കോട്ടെയൊക്കെ മണ്ണിൻ്റെ ഘടന ഒരുപോലെ ആകണമെന്നില്ല. അങ്ങനെ ഒരു കൃത്യമായ പരിശോധന നടത്തിയതിന് ശേഷമേ വലിയ പദ്ധതികൾ, അത് ഹൈവേയുടെ നിർമ്മാണമാകട്ടെ, അത്തരത്തിലുള്ള ഏത് വലിയ പ്രൊജക്റ്റും ആകട്ടെ, അങ്ങനെ വേണം എന്നാണ് താൻ പറഞ്ഞത്. പക്ഷേ അന്ന് അതിനെ ആരും ഉൾക്കൊണ്ടില്ല, അന്ന് പരിഹസിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഒരു വിമർശനം കൂടിയാണ് വേണം കരുതുവാൻ. കാരണം വളരെ വേഗത്തിൽ ഈ ഒരു പദ്ധതിക്കായിട്ട് അനുവാദം നൽകി, അല്ലെങ്കിൽ കേന്ദ്രത്തിന് അനുവാദം വാങ്ങിയെന്ന് പറയുമ്പോൾ അത് മതിയായ പരിശോധനകൾ നടത്തിയിട്ടല്ല എന്ന ഒരു ഗുരുതരമായ ആക്ഷേപമാണ് മുഖ്യമന്ത്രി ഇന്നലെ ഉന്നയിച്ചത്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നൊരു മറുപടി ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാരോപണങ്ങൾക്കുള്ള സാഹചര്യമല്ല ഇത് എന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ പോലും ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിൽ പലതും മറുപടി പറഞ്ഞു പോകേണ്ടത് തന്നെയാണ് എന്നതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായേക്കുമെന്ന് വേണം നമുക്ക് കരുതുവാൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, മഞ്ഞും മൂടാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നു എന്നുള്ളതാണ്
ഈ ഒരു തെരച്ചിലിനൊക്കെ തന്നെ വിഘാതമായി നിൽക്കുന്ന ഒരു സാഹചര്യം. കനത്ത മഴയാണെങ്കിൽ പരിശോധനയെ തന്നെ അത് ബാധിക്കും. ഈ ചെറിയ ചാറ്റൽ മഴയിൽ ഒരുപക്ഷെ തെരച്ചിൽ നടക്കും. മഴ കനത്താൽ ഇപ്പോൾ കൂട്ടിയിട്ട മണ്ണൊക്കെ വീണ്ടും ഇടിയുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വരും. അപ്പോൾ ഇത് തെരച്ചിൽ നടത്തുന്നവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന സാഹചര്യം വരും. അത് ഒഴിവാക്കാൻ ആ ഘട്ടങ്ങളിൽ തെരച്ചിൽ നടത്തരുത് എന്നാണ് നിർദ്ദേശമുള്ളത്. പക്ഷേ ഇവിടുത്തെ സാഹചര്യം നമുക്കറിയാം. 2 ദിവസമാകുന്നു. ഇനിയും മണ്ണിനടിയിൽ 4 പേരെ കണ്ടെത്താനുണ്ട്. അവരുടെ കുടുംബങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മളെ അതിഥികളാണവർ, നമ്മുടെ നാട്ടിലെത്തിയവരാണവർ. നമുക്ക് ഒരു ദുരന്തം വരുമ്പോൾ നമ്മുടെ നാട്ടുകാർ അതിൽ പെടുമ്പോൾ ഉണ്ടാകുന്ന അതേ വേദനയും അതേ ദുഃഖവും അവരെ കണ്ടെത്താനുള്ള അതേ ജാഗ്രതയുമൊക്കെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കാണിച്ചേ തീരൂ. കാരണം ഓരോ ജീവനും അത്രമാത്രം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യത്തിലും അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അത് ഊർജിതമായിട്ട് തന്നെ പുരോഗമിക്കുകയാണ്. സോൺ 1-ൽ നിന്നും ഒരു മൃതദേഹം കിട്ടി എന്നുള്ളത് തന്നെ തെരച്ചിൽ ശരിയായ ദിശയിൽ തന്നെയാണ് എന്നത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ എക്സ്കവേറ്ററുകളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണിപ്പോൾ ചെയ്യുന്നത്. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ വിവിധ 4 സോണാക്കി തിരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ നേരത്തെ മൃതദേഹം കണ്ടെത്തിയ സോൺ 1, അതിൻ്റെ താഴെയുള്ള സോൺ 2, അത് ഈ ഒരു അപകടം നടന്ന മേഖലയുടെ താഴെയുള്ള 2 ഭാഗമാണ്. അത് ഏറ്റവും അധികം മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും വന്നടിഞ്ഞ മേഖലയാണ് സോൺ 1-ഉം സോൺ 2-ഉം. അതിന് മുകളിലായിട്ടുള്ളതാണ് സോൺ 3. അതിൻ്റെ ഈ അപകടം നടന്ന ഇടത്തിൻ്റെ ഇടതുഭാഗത്ത്, അതായത് ആ നീല ടാർപോളിനെല്ലാം ഇട്ട് ഈ മണ്ണ് കൂട്ടിയിട്ടതിനിട്ട് താഴെയുള്ള ഭാഗം, അവിടെയാണ് സോൺ 4 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിലിപ്പോൾ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും മഴ വീണ്ടും ശക്തമായി പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവും CPM സംസ്ഥാന സെക്രട്ടറിയും അടങ്ങുന്ന നേതാക്കളുടെ സംഘം ഈ അപകടം നടന്ന ഇടത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടുത്തെ സാഹചര്യങ്ങൾ അവർ നേരിൽ കണ്ട് മനസ്സിലാക്കുകയാണ്. എന്താണെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ അത് ഇന്ന് 11:30 ലഭ്യമാകും. ഒരു ദുരന്ത മുഖം ആരോപണ പ്രത്യാരോപണങ്ങളുടെ വേദി കൂടിയാകുമോ, അതിൻ്റെ സാഹചര്യം കൂടിയാകുമോ എന്നുള്ളതൊക്കെ അവരുടെ മറുപടിക്ക് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അതേസമയം സർക്കാർ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ സാഹചര്യം എടുത്തിരിക്കുന്നത്. ഇതുവരെ ഇനി ഒരു അറിയിപ്പുണ്ടാവുന്നവരെ, അതായത് ഇതിൻ്റെ നിയമവശങ്ങളും ടെക്നിക്കലായിട്ടുള്ള പാരിസ്ഥിതിക വശങ്ങളും പ്രായോഗിക വശങ്ങളും എല്ലാം പരിശോധിച്ച ശേഷമേ ഇനി ഈ പദ്ധതി നിർമ്മാണം തുടങ്ങാവൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. അത് അന്വേഷിക്കാനുള്ളൊരു സമിതിയെയും ഇന്ന് പ്രഖ്യാപിക്കും. ഏതെല്ലാം തരത്തിൽ ഇവിടെ ഒരു നിയമവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ജാഗ്രത കാണിക്കാത്ത പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനനുസരിച്ച് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് എത്താം. കമ്പനി മറുപടി പറഞ്ഞേ തീരൂ എന്ന് മുഖ്യമന്ത്രി തന്നെ ശക്തമായ ഭാഷയിൽ ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പിഴവുകൾ സംഭവിച്ചത് ആരുടെ ഭാഗത്തുനിന്നാണെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മണ്ണ് നീക്കം ചെയ്യാത്തതാണ് അപകടത്തിലേക്ക് വഴിവെച്ചതെന്ന വാദം നിലനിൽക്കെ തന്നെ അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്ന ഒരു വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ മണ്ണ് നീക്കിയ ഇടത്ത് സിമൻറ്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്ലാസ്റ്റർ ചെയ്തത് ആ മേഖലയിൽ സ്വാഭാവിക ഒഴുക്കിനെ ബാധിക്കുകയും അത് ആ മേഖലയിൽ വെള്ളം കൂടുതൽ കെട്ടിക്കിടന്ന് ഉള്ളിൽ സമ്മർദ്ദമുണ്ടാക്കി അവിടെ ഒരു മണ്ണിടിച്ചിലിന് വഴിയൊരുക്കിയിട്ടുണ്ടോ എന്നുള്ള വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഈ അപകടത്തിൻ്റെ കാരണങ്ങളിലേക്ക് വഴി തുറക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനെതിരെയും വലിയ ആക്ഷേപമാണ് ഉയരുന്നത്. മണ്ണ് നീക്കം ചെയ്യണമെന്നൊരു നിർദ്ദേശം കൊടുത്തതുകൊണ്ട് മാത്രം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം തീർന്നോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.